ചതി. പലരും ചത്തു ജീവിക്കാനും മറ്റു പലരെയും നിഷ്കളങ്കമായി ജീവനോടെ കൊല്ലാനും കഴിയുന്ന ഒരേയൊരു ആയുധം. വിശ്വാസം നോക്കുകുത്തിയായി നിൽക്കുന്ന ഇക്കാലത്തെ ഏറ്റവും സുതാര്യമായ മരണം അതാണ്. ചതി ഒരു വാക്കുകൊണ്ടെങ്കിലും ഒരു തവണയെങ്കിലും നമ്മൾ മനസ്സാൽ വിശ്വസിച്ചു പോയിട്ടുള്ളവർക്ക് അത്രയും സുതാര്യമായി നമ്മളെ ചതിക്കാൻ സാധിക്കൂ. ഞാനുണ്ട് കൂടെ എന്ന് പറയുന്നതിൽ ചതിയുണ്ടാവരുത്, കളവുണ്ടാവരുത്. പകരം സുരക്ഷിതത്വമുണ്ടാവണം, വിശ്വാസമുണ്ടാവണം. അതിനെല്ലാം ഉപരി ആത്മാർത്ഥമായ സ്നേഹമുണ്ടാവണം. അത് സൗഹൃദത്തിലായാലും ജീവിതത്തിലായാലും. എത്ര വട്ടം പടം കൊഴിച്ചാലും പാമ്പ് പാമ്പ് തന്നെയാണ്. ചതിയന്മാർക്ക് മാനസാന്തരം വരുമെന്ന് കരുതുന്നവർ സൂക്ഷിക്കുക. ബന്ധങ്ങളെക്കാൾ പണത്തിന് വില കൽപ്പിക്കുമ്പോൾ പ്രവൃത്തികളിൽ വിഷം നിറയും. മനുഷ്യർ പാമ്പിനേക്കാൾ അപകടകാരിയാകും. അതുപോലെയാണ് ഓരോ ചതിയും. ശത്രുവിന്റെ ചതി ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. പക്ഷേ നിഴൽ പോലെ കൂടെ നടന്ന് ചതിച്ചവരോട് ഒരിക്കലും ക്ഷമിക്കരുത്. ആ ദയ അവർ അർഹിക്കുന്നില്ല. എനിക്ക് ചിരിക്കാൻ കഴിയുന്ന കാലത്തോളം എൻ്റെ പരാജയം ആസ്വദിക്കാൻ കഴിയില്ല എന്ന് ഉറച്ച തീരുമാനമാകണം അവർക്ക് കൊടുക്കാനുള്ള നമ്മുടെ പ്രതികാരം. നമ്മളെ ചതിക്കുന്നവരുടെ ലക്ഷണങ്ങൾ: 1. സമ്പത്ത് കാലത്ത് കൂടെ നിൽക്കുകയും ആപത്ത് വരുമ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുകയും ചെയ്യുന്നവരാണ് നമ്മുടെ യഥാർത്ഥ ചതിയനായ കൂട്ടുകാരൻ. 2. കൂടെ നിൽക്കുമ്പോഴും എല്ലാം സ്വന്തം കീശയിലാക്കാൻ ശ്രമിക്കുകയും ഒന്നും പങ്കിടാതെ മറ്റുള്ളവർക്ക് അത് വേണമെന്ന് ചിന്തിക്കാതെ സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ. 3. രഹസ്യങ്ങൾ പരസ്യമാക്കുന്നവർ. ഇങ്ങനെയുള്ളവരോട് നമ്മൾ രഹസ്യങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് പരസ്യമാക്കും. ഇങ്ങനെയുള്ളവരോട് ഒരു രഹസ്യവും വിശ്വസിച്ച് പറയാൻ പറ്റില്ല. അഥവാ പറഞ്ഞ നമുക്ക് തന്നെ ദോഷം വരുന്ന രീതിയിൽ അതിനെ ചെയ്തു വയ്ക്കും. 4. കാലുമാറുന്നവർ. പറഞ്ഞ കാര്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നവർ. ഇങ്ങനെയുള്ളവർ നിങ്ങൾ അറിയാതെ തന്നെ ചതിക്കാൻ സാധ്യതയുള്ളവരാണ്. ഉദാഹരണത്തിന്, നിങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു എന്ന് വെച്ചോ. പൈസ ഉണ്ടായിട്ട് തന്നെ തരാതിരിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാവശ്യ ഘട്ടം വരുമ്പോൾ കൂടെ നിന്ന് കാലുമാറുക. ഇന്നലെ വരെ അയാളെ വിശ്വസിച്ച് ഏൽപ്പിച്ച കാര്യം തൊട്ടു മുന്നേ ഇല്ല എന്ന് പറയുക. മുൻകൂട്ടി പറയേണ്ട കാര്യം ആ നിമിഷം വന്നു പറയുക. ഇത്തരക്കാരെ ഒരിക്കലും വിശ്വസിക്കരുത്. 5. പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവർ. ഉദാഹരണത്തിന്, ഏൽപ്പിച്ച കാര്യം ചെയ്യാതിരിക്കുക, കള്ളം പറയുക, പിന്നിൽ നിന്ന് കുത്തുക, ചെയ്യാമെന്ന് പറഞ്ഞ കാര്യം ചെയ്യാതെ ന്യായീകരിക്കാൻ വരുന്നവർ. ഇത്തരത്തിലുള്ള ആൾക്കാരുടെ മുന്നിൽ വിശ്വാസം എന്ന വാക്ക് പ്രയോഗിക്കുന്നവരാണ് വിഡ്ഢി. 6. കുറ്റം മാത്രം കണ്ടുപിടിക്കുന്നവർ. നമ്മുടെ നെഗറ്റീവ് വശങ്ങൾ മാത്രം കണ്ടുപിടിച്ച് അതിനെ വലുതാക്കി നമ്മളെ തരം താഴ്ത്തി മറ്റുള്ളവർക്ക് മുന്നിൽ ഇട്ടുകൊടുക്കുന്നവർ. നമ്മളെ തളർത്താൻ നോക്കുന്നവർ. 7. കളിയാക്കുന്നവർ. ഇഷ്ടം കൊണ്ട് കളിയാക്കുന്നവരുണ്ട്. അവർ ഏത് പ്രശ്നം വന്നാലും കൂടെ നിൽക്കും. എന്നാൽ ഇവർ അങ്ങനെയല്ല. അസൂയയായിരിക്കും ഇവരുടെ ശരിയായ സ്വഭാവം. ഇവർ നിങ്ങളെ നിരന്തരം കളിയാക്കിക്കൊണ്ടിരിക്കും. ഏതൊരു കാര്യത്തിനും നിങ്ങളെ താഴ്ത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർ ഒരിക്കലും നിങ്ങളുടെ കൂടെ നിൽക്കില്ല. കാരണം അവർ നിങ്ങൾക്ക് പരിഗണന നൽകില്ല. അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ അതിന് മാത്രം പരിഗണന കൊടുക്കാൻ ശ്രമിക്കുന്നവരായിരിക്കും. 8ാമത്തെ ലക്ഷണമാണ് ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദിയില്ലാത്തവർ. നമ്മൾ അവർക്ക് എന്ത് ഉപകാരം ചെയ്താലും നന്ദി ഉണ്ടാവില്ല. എത്ര നമ്മളെ ഉപയോഗപ്പെടുത്താം അത്രയും ഉപയോഗപ്പെടുത്തുന്നതല്ലാതെ നമ്മൾക്ക് നല്ലത് വരുമ്പോൾ അതിൽ സന്തോഷിക്കാതെ നമുക്ക് ദുഃഖം വരുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കും. ഇങ്ങനെയുള്ളവരെ മനസ്സിലാക്കാൻ ചെറിയ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. നമ്മൾ അവരുടെ ഒരു ആവശ്യത്തിന് കൊടുത്ത പൈസ നമുക്ക് അത്യാവശ്യം വരുമ്പോൾ തിരിച്ചു ചോദിച്ചാൽ ഉണ്ടായിട്ട് പോലും തിരിച്ചു തരാൻ കൂട്ടാക്കാത്തവർ ആയിരിക്കും ഇത്തരക്കാർ. 9ാമത്തെ ലക്ഷണമാണ് പരദൂഷണം പറയുക. നിങ്ങളെക്കുറിച്ച് പരദൂഷണം പറയുന്നവർ നിങ്ങളെക്കുറിച്ച് ശരിയായി മനസ്സിലാക്കിയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. വ്യക്തി വൈരാഗ്യം തീർക്കാനും
ബോറടി മാറ്റാനും പരദൂഷണം പറയുന്നവരുണ്ട്. ഒരാളുടെ അഭാവത്തിൽ ആ വ്യക്തി പറഞ്ഞതോ ചെയ്തതോ ആണെന്ന് മറ്റൊരാളോട് എരിവും പുളിയും ചേർത്ത് പറയുന്നതാണ് പരദൂഷണം അഥവാ ഏഷണി. ഒന്ന് ഇവിടെ വന്ന് പറയുക, മറ്റൊന്ന് അവിടെ പോയി പറയുക, അതിനെ നേരെ തിരിച്ച് ഇവിടെ വന്ന് പറയുക. ഇത്തരക്കാർ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒന്നാണിത്. ഇതിനൊക്കെ ഉദാഹരണം പറഞ്ഞാൽ വളരെ മേച്ഛമായ കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. നല്ല രീതിയിൽ ജീവിക്കുന്നവരായിരിക്കും ഇവരുടെ പ്രധാന ലക്ഷ്യം. ഒരു കാശുള്ളവനെ കണ്ടാൽ കള്ളപ്പണമെന്ന് പറയുക. ചുരുക്കി പറഞ്ഞ മറ്റുള്ളവർ നന്നാകുന്നത് ഇത്തരം ആൾക്കാർക്ക് സഹിക്കില്ല. നമ്മൾക്കെന്തെങ്കിലും വിഷമം വരുമ്പോൾ അത് കണ്ട് അവർ ആസ്വദിക്കുക. പുറമെ വിഷമമുള്ളതായി കാണിക്കുമെങ്കിലും ഉള്ളിൽ ചിരിയായിരിക്കും. തക്കം കിട്ടിയ നമ്മുടെ ദുഃഖത്തിന്റെ ആഴം കൂട്ടാനും ഇക്കൂട്ടർ ശ്രമിക്കും. അങ്ങനെയുള്ളവരെ തിരിച്ചറിയാൻ അവരുടെ കണ്ണുകളിൽ നോക്കിയാൽ മതി. അത് ഒരിക്കലും കള്ളം പറയില്ല. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അഥവാ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉള്ളവരുടെ സൗഹൃദം നിങ്ങൾ തുടരാതിരിക്കുന്നതാണ് നല്ലത്.